വയനാട് വന്യജീവി സങ്കേതത്തിലെ തോൽപ്പെട്ടി റേഞ്ച് ഓഫീസിന് മുന്നിൽ പണിയ ഗോത്ര വിഭാഗത്തിന്റെ കുത്തിയിരിപ്പ് സമരം. വേണ്ടത്ര ക്രമീകരണങ്ങളില്ലാതെ വനംവകുപ്പ് കുടിലുകൾ പൊളിച്ചു മാറ്റിയതിലാണ് പ്രതിഷേധം. മിഥില ബാലൻ വിവരങ്ങളുമായി. മിഥില, കുടിലുകൾ പൊളിച്ചു മാറ്റിയത് എന്തുകൊണ്ടാണ്? ആ പ്രതിഷേധം തുടരുകയാണോ? വിശദീകരണം എന്താണ് അധികൃതരുടെ? ഉണ്ടായത് തോൽപ്പെട്ടി ബേഗൂരിലാണ്. 3 കുടുംബങ്ങളുടെ കുടിലുകളാണ് വനംവകുപ്പ് പൊളിച്ചു മാറ്റിയത്. അതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ വയനാട് വന്യജീവി സങ്കേതത്തിലെ തോൽപ്പെട്ടി റേഞ്ച് ഓഫീസിൽ ഇവരിപ്പോൾ കുത്തിയിരിപ്പ് സമരം നടത്തുന്നത്. ഇവർക്ക് പിന്തുണയുമായി BJP കോൺഗ്രസ് പ്രവർത്തകരും ഇവിടെയുണ്ട്. വേണ്ടത്ര ക്രമീകരണങ്ങൾ ഒരുക്കാതെ വനംവകുപ്പ് കുടിലുകൾ പൊളിച്ചു മാറ്റിയതിലാണ് പ്രതിഷേധം. ഇവരുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് ഇന്നലെ ഇവർ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായത്. ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ ഇന്നലെ രാത്രി ഇവർ കിടന്നുറങ്ങി എന്ന് പറയാൻ പറ്റില്ല. ഇവർ രാത്രി ഉണ്ടായിരുന്നത് ഈ കുടിലുകൾ പൊളിച്ച സ്ഥലത്താണ്. ഒട്ടും സുരക്ഷിതമില്ലാത്ത ഒരു സ്ഥലത്താണ് ഇവർ ഇന്നലെ രാത്രിയൊക്കെ ഉണ്ടായിരുന്നത്. ബദൽ സംവിധാനം എന്നത് ഇവർക്ക് മറ്റൊരിടത്ത് കുടിൽ പണിത് നൽകും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കുടിൽ പണിത് നൽകുന്നതിന് മുൻപേ തന്നെ ഇവർ താമസിച്ചുകൊണ്ടിരുന്ന കുടിലുകൾ പൊളിച്ചു മാറ്റിയതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. വിധവകൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു കുടുംബത്തിലുണ്ട്, കുട്ടികളുണ്ട്. ആ ഒരു സ്ഥിതി നിലനിൽക്കെയാണ് ക്രമീകരണങ്ങൾ ഒന്നും ഒരുക്കാതെ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നും ഈ ഒരു നടപടി ഉണ്ടായത്. ഇതിനെതിരെയാണ് ഇപ്പോൾ വലിയൊരു പ്രതിഷേധം ഈ റേഞ്ച് ഓഫീസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുടുംബങ്ങൾ മാത്രമല്ല, സമരത്തിന് പിന്തുണയുമായി രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും എത്തിയിട്ടുണ്ട്. അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ ഷിബുക്കുട്ടനെയാണ് ഇപ്പോൾ കുടുംബം ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം MLA ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും ഇങ്ങോട്ട് ചർച്ചയ്ക്കായി എത്തും എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അനൂജ, മിഥില, ഇന്നിപ്പോൾ രാത്രി ഇവർക്ക് പോകാൻ ഇടമില്ല എന്ന അവസ്ഥയിലേക്കാണോ കാര്യങ്ങൾ? തീർച്ചയായും ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. പക്ഷേ അതിനു മുൻപേ തന്നെ പ്രശ്നം പരിഹരിക്കാനുള്ള ചർച്ച അവിടെ വനം വകുപ്പിന്റെ ഓഫീസിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ രാവിലെ മുതൽ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ യാതൊരു തരത്തിലുള്ള ഫലവും കണ്ടിട്ടില്ല. പക്ഷെ വനം വകുപ്പ് ഉറപ്പിച്ച് പറയുന്നുണ്ട് വൈകുന്നേരത്തിനുള്ളിൽ ഇവർക്ക് താമസിക്കാൻ മറ്റൊരിടം ഒരുക്കും എന്ന് വനം വകുപ്പ് പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും ഇവർ പ്രതിഷേധിച്ചു കൊണ്ടിരിക്കുകയാണ്. കൃത്യമായ ഒരു വിവരം അല്ലെങ്കിൽ ഒരു നടപടി ഉണ്ടാകാതെ പ്രതിഷേധത്തിൽ നിന്നും പിന്മാറില്ല എന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഈ കുടുംബം ഉറച്ചു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു സമരത്തിലേക്ക് ചർച്ചയ്ക്കായി മറ്റ് ജനപ്രതിനിധികളും ഇപ്പോൾ എത്തുന്നത്. അനൂജ, എത്ര കുടുംബങ്ങളുണ്ട് മിഥില? അനൂജ, നിലവിൽ 3 കുടുംബങ്ങളാണ് ഉള്ളത്. ആ 3 കുടുംബങ്ങളെയാണ് ഇന്നലെ ഇതുപോലെ ഇപ്പൊ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വേണ്ടത്ര ക്രമീകരണങ്ങൾ മറ്റിടത്ത് വീട് ഒരുക്കും എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇത്തരത്തിൽ ഇവരുടെ കുടിൽ പൊളിച്ചു മാറ്റിയത്. എന്നാൽ കുടിൽ വനം വകുപ്പ് ഒരുക്കും എന്ന് പറഞ്ഞ കുടിൽ ഒരുക്കുന്നതിന് മുൻപേ തന്നെ ഇവരുടെ ഈ ഒരു താമസിച്ചുകൊണ്ടിരുന്ന കുടിൽ പൊളിച്ചു മാറ്റുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ആ കുടിലുകളെല്ലാം തന്നെ പൊളിച്ചു മാറ്റിയതിന്റെ ദൃശ്യങ്ങൾ ഉണ്ട്. 3 പേരാണ്, 3 കുടുംബങ്ങളാണ്. 16 വർഷമായി ഈ കുടുംബങ്ങൾ ഇവിടെ കുടിൽ കെട്ടി താമസിക്കുന്നു എന്നാണ് ഇവർ പറയുന്നത്. മറ്റൊരു സ്ഥലത്തേക്ക് വീട് വെച്ചു തരാം എന്ന ഒരു നിബന്ധനയോടെയാണ് ഇത് പൊളിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്തരത്തിൽ ഇവർക്ക് വീട് നിർമ്മിച്ച് അല്ലെങ്കിൽ വീട് കുടിൽ കെട്ടി കൊടുത്തിട്ടില്ല എന്നതാണ് വനംവകുപ്പിന്റെ ഭാഗത്തും ഇപ്പം ഉണ്ടായ ഒരു അനാസ്ഥ. ഇതിനെതിരെയാണ് പ്രതിഷേധം ഉയരുന്നത്. ആ പ്രതിഷേധത്തിലേക്കാണ് ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും എത്തിയിട്ടുള്ളത്. മാത്രമല്ല അല്പസമയത്തിനകം ഈ ഒരു സ്ഥലത്തേക്ക് സിദ്ദിഖ് MLA യും മറ്റ് ജനപ്രതിനിധികളും എത്തും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. എന്തു തന്നെയായാലും ഈ ഒരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ രാത്രി ഒട്ടും സുരക്ഷിതമില്ലാത്ത ഒരു സ്ഥലത്ത് താമസിച്ച് കഴിയേണ്ടി വന്നു എന്നത് ഏറെ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ്. ഇത് ഈ കുടിലുകൾ പൊളിച്ചു മാറ്റിയത് എന്നാണ്? അതിനുള്ള കാരണം എന്താണെന്നാണ് ഇവർ വിശദീകരിക്കുന്നത്? ഇന്നലെയാണ് അനൂജ ഈ ഒരു സംഭവം ഉണ്ടായത്. ഇന്നലെ ഉച്ചയോടെ ആ ഒരു സമയത്താണ് ഉണ്ടായത്. വനംവകുപ്പ് പറയുന്നത് ഇവർക്ക് ബദൽ സംവിധാനം ഒരുക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ബദൽ സംവിധാനം ഒരുക്കുന്നതിന് മുൻപേ തന്നെ ഇവരുടെ കുടിൽ പൊളിച്ചു മാറ്റി എന്ന ഒരു വിശദീകരണമാണ് ഇപ്പോൾ വനംവകുപ്പിന്റെ അടുത്ത് ലഭിക്കുന്നത്. കൂടുതൽ കൃത്യമായ വിവരങ്ങൾ ഉടൻ തന്നെ അല്പസമയത്തകം വനംവകുപ്പിന്റെ ഒരു വിശദീകരണം എന്ത് അല്പസമയത്തകം തന്നെ നമുക്ക് നൽകാൻ കഴിയും. നിലവിൽ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് മറ്റ് ക്രമീകരണങ്ങൾ ഒരുക്കാതെ, അതായത് ബദൽ ഒരു കുടിൽ കെട്ടിക്കൊടുക്കാതെ കുടിൽ പൊളിച്ചു. ആ ഒരു ദുരവസ്ഥയിലാണ് ഇപ്പോൾ ഈ ഒരു പണിയ ഗോത്ര വിഭാഗങ്ങൾ ഇപ്പോൾ ഈ ഒരു റേഞ്ച് ഓഫീസിനുള്ളിൽ ഇന്ന് വൈകിട്ട് തന്നെ അതിനൊക്കെയുള്ള ബദൽ മാർഗങ്ങൾ, ബദൽ സംവിധാനങ്ങൾ അവർക്കുണ്ടാകും. സുരക്ഷിതമായി അവർക്ക് പോകാനൊരിടം, കിടന്നുറങ്ങാനൊരു ഇടമുണ്ടാകും എന്നുള്ളത് ഉറപ്പ് നൽകുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ സമരം തുടരുകയാണ്.